ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന നമ്മുടെ ജിയോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ പേർ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ട് ഈ ചാപ്റ്ററിന് കമ്പൽസറി ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞിട്ട് മക്കളെ, വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ. സോ നമുക്കിതാ ഇതിലേക്ക് നോക്കാം മക്കളെ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മൊത്തമായിട്ട് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറഞ്ഞ സമയത്ത് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെക്കുറിച്ചാണ്, ഈ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് ആണ് അതിൽ നമ്മൾ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറഞ്ഞാൽ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സിന്ധുവിന്റെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും എല്ലാം സെഡിമെന്റേഷൻ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട്, അഥവാ അവയുടെ എല്ലാം അവസാദങ്ങൾ അവിടെ എന്താണ് നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രദേശം രൂപം കൊണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് മക്കളെ? സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും എല്ലാം കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് ഈ ഒരു പ്രദേശം രൂപം കൊണ്ടിട്ടുള്ളത്. ദിസ് ഏരിയ ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര റിവേഴ്സ് ആർ deposited their sediments. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം അലൂവിയൽ നമുക്ക് അവിടെ കാണാൻ പറ്റും, ധാരാളം എക്കൽ മണ്ണുകൾ അവിടെ കാണാൻ പറ്റുന്നതാണ്. ഏകദേശം അവിടുത്തെ എക്കൽ മണ്ണുകൾ 1000 മുതൽ 2000 മീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ തിക്നെസ് ഉണ്ട്, കട്ടിയുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. എന്നിട്ട് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഡീറ്റെയിൽ പഠിച്ചു വെക്കാം. പരീക്ഷയ്ക്ക് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3200 കിലോമീറ്റർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഇന്ത്യയിൽ 2400 അത് ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 3200 പഠിച്ചേക്കാം. ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് പഠിച്ചേക്കാം. ആവറേജ് ഇവിടുത്തെ ശരാശരി വീതി എന്ന് പറഞ്ഞാൽ 150 മുതൽ 300 കിലോമീറ്റർ ആണ്. ഏരിയ 7 lakh സ്ക്വയർ കിലോമീറ്റർ, 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരുന്നത്. ഇതിന്റെ ബോർഡേഴ്സുകളാണ്. നോർത്തിൽ ശിവാലിക്കിന്റെ ഭാഗമാണ്. ശിവാലിക് അഥവാ ശിവാലിക് പർവ്വതനിരയാണ് വടക്കുള്ളത്. എന്നാൽ താഴെ ഭാഗത്താണ് ഇതിന്റെ പെനിൻസുലാസ് പ്ലാറ്റു അഥവാ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് കേട്ടോ. സോ ഇതിന്റെ ഒരു അതിർത്തിയും കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി അവിടുന്ന് വരുന്ന നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രൈനറി എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെട്ട സ്ഥലമാണ്. സോ അതുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Which are the features beneficial for the agriculture in Indo-Gangetic Brahmaputra plain? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം കൃഷിക്ക് അനുയോജ്യമാകാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞു അവിടെ ധാരാളമായിട്ട് കൃഷി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഒന്നാമത്തെ ഫെർട്ടിൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണ് അവിടെയുണ്ട്. നല്ല മണ്ണുണ്ടെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, മതിയായ ജലലഭ്യത അവിടെയുണ്ട്. ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന ഭൂപ്രകൃതി അവിടെയുണ്ട്. അപ്പൊ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ്, ഏതൊക്കെയാണ്? നല്ല മണ്ണുണ്ട്, നല്ല വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്, നല്ല എന്താണ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന ഭൂപ്രകൃതി. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം കൂടെയാണ് ഈ ഒരു പ്രദേശം കേട്ടോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 4 തരംതിരിക്കാറുണ്ട്. ഇതിനെ 4 തരംതിരിക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മപുത്ര പ്ലെയിൻ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയും. അവിടെയാണ് ബ്രഹ്മപുത്ര കിടക്കുന്നത്. രണ്ടാമത്താണ് ഇത് ഗംഗാ പ്ലെയിൻ, ഗംഗാ സമതലം എന്ന് പറയും. അവിടെ ഗംഗയുണ്ട്. അതേസമയം ഇതാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഭാഗമായിട്ടുള്ള പഞ്ചാബ് പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന സമതലം. അതുപോലെ തന്നെ ഇതാണ് മരുഭൂമിയായിട്ടുള്ള രാജസ്ഥാൻ പ്ലെയിൻ, രാജസ്ഥാൻ സമതലം എന്ന് പറയും. അതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിലുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് പഠിച്ചേക്കണം. ഈ 4 ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാം, എൻ്റെ മക്കൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യാം, രാജസ്ഥാൻ പ്ലെയിൻ, രാജസ്ഥാൻ സമതലത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനെ നന്നായിട്ട് ശ്രദ്ധിച്ചേക്കാം. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ അവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഏതും പഠിക്കേണ്ടെന്നല്ല, എല്ലാ 4 നല്ല ഡീറ്റെയിൽ ആയിട്ട് മക്കൾ ശ്രദ്ധിച്ചേക്കാം. ഇതിൽ ഈ ബ്രഹ്മപുത്ര പ്ലെയിനിലാണ് നമ്മൾ അലൂവിയൽ ഫാൻ കാണുന്നത്. അലൂവിയൽ ഫാൻ അഥവാ എക്കൽ വിഷറികൾ ധാരാളമായിട്ട് കാണുന്ന സ്ഥലമാണ് ഈ ഒരു ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. സോ എന്താണ് എക്കൽ വിഷറി അഥവാ അലൂവിയൽ ഫാൻ? എന്താ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സുകൾ നിന്ന് മൗണ്ടൻസിന്റെ മുകളിൽ നിന്ന് റിവേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്പീഡിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇതെന്ത് ചെയ്യുന്നു, വെൻ ഇറ്റ് ഈസ് റീച്ചസ് ടു ദ ലാൻഡ് ഏരിയ ഓർ ദ പ്ലെയിൻ ഏരിയ, അത് പരന്ന നിരപ്പാർന്ന സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ദ വെലോസിറ്റി ഡിക്രീസസ്, അതിന്റെ വേഗത കുറയുന്നു. സോ ദ സെഡിമെന്റ്സ് ആർ ഡെപ്പോസിറ്റഡ് ജസ്റ്റ് ലൈക്ക് എ ഫാൻ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള അവസാദങ്ങളെല്ലാം ഒരു വിഷറി പോലെ നിക്ഷേപിക്കുന്നു. അതിനെയാണ് എക്കൽ വിഷറികൾ അഥവാ അലൂവിയൽ ഫാനുകൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത്. സോ എക്കൽ വിഷറികൾ ഉണ്ടാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്, ബ്രഹ്മപുത്ര സമതലമാണ്. അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന നിലയിൽ അഥവാ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ബാബർ, ടെറായ്, അതുപോലെ തന്നെ അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുന്ന 3 ആക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, വടക്ക് നിന്ന് തെക്കോട്ട്. ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന നിലയിൽ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന നിലയിൽ എങ്ങനെയാണ് തരം തിരിക്കുക എന്നുള്ളതാണ്. 3 ബാബർ, ടെറായ്, അലൂവിയൽ പ്ലെയിൻ, എക്കൽ സമതലം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് ചോദ്യം വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല. അതിൽ ബാബറിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബാബറിന്റെ കാര്യത്തിൽ മക്കൾ ശ്രദ്ധിച്ചു വെക്കാം. അവിടെ ഉരുളൻ കല്ലുകളും പാറകളും ഒക്കെ കിടക്കുന്ന
റോക്സ് ആൻഡ് ബുൾഡോസേഴ്സ് കിടക്കുന്ന ഭാഗമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ അവിടെ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, റിവേഴ്സ് ആർ നോട്ട് വിസിബിൾ ദർ, അവിടെ നദികൾ കാണുന്നില്ല. ഇറ്റ് ഈസ് നാരോ, ഇടുങ്ങിയതായിട്ടുള്ള സ്ഥലമാണ്. അതേസമയം ടെറായ് എന്ന് പറഞ്ഞാൽ സ്വാംപി ആൻഡ് മാർഷി ഏരിയ ആണ്, ചതുപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ടെറായ് എന്ന് പറയുന്നത്. ദ റിവേഴ്സ് ആർ വിസിബിൾ ദർ, അവിടെ നദികൾ എന്ത് ചെയ്യുന്നു, റീമർജ് ചെയ്യുന്നു, പുനർജനിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് അതിന്റെ വിടുത്തൊക്കെ വരുന്നത്. എന്നാൽ അലൂവിയൽ പ്ലെയിൻ, എക്കൽ സമതലം എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഓൾഡ് അലൂവിയൽ പ്ലെയിൻ അഥവാ പഴയതിന് നമ്മൾ ബങ്കർ എന്നും, പഴയതിന് നമ്മൾ ബാങ്കർ എന്നും, ന്യൂവിനെ പുതിയതിന് നമ്മൾ കാദർ എന്നും എന്ത് ചെയ്യുന്നത് വിളിക്കുന്നുണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിലുകൾ പഠിച്ചേക്കണം. പരീക്ഷയ്ക്ക് നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്താണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിൽ സമതലങ്ങളിലെ കാലാവസ്ഥകൾ ഈ 4 നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കാം. അത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ 2 ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ അത് ഒരിക്കലും മിസ്സാക്കരുത്. ഒന്ന് കോൾഡ് വെതർ സീസൺ, ശൈത്യകാലം, അതുപോലെ തന്നെ ഹോട്ട് വെതർ സീസൺ, ഉഷ്ണകാലം, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടം എന്ന് പറയും. അതിലെന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് 4 മാർക്കിനൊക്കെ ആയിട്ട്. ഡു യു നോ വൈ ദർ ദ എക്സസീവ് കോൾഡ് വെതർ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതെന്ന് അറിയാവുന്നുള്ളത്? അതിന് റീസൺസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാർ അവേ ഫ്രം ദ ഓഷ്യൻ, സമുദ്രത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ്, കടലിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് ഈ പ്രദേശം കിടക്കുന്നത്. രണ്ടാമത്തേത് സ്നോഫാൾ ഉണ്ടാവുന്നു, അഥവാ മഞ്ഞുവീഴ്ചകൾ ഹിമാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അത് കോൾഡ് വേവുകൾ അഥവാ അതിശക്തമായ ശീതക്കാറ്റുകൾക്ക് കാരണമാകുന്നു. ഹിമാലയത്തിന് ഉണ്ടാവുന്ന കോൾഡ് വേവ്സുകൾ അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ശീതക്കാറ്റുകൾ ഉണ്ടല്ലോ, നല്ല തണുത്ത കാറ്റ് വരുന്ന അത് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ അടുത്താണ് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്ന കോൾഡ് വിൻഡുകൾ അഥവാ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ്, ശീതക്കാറ്റും ഇതിനൊരു കാരണമാണ്. ഏറ്റവും അവസാനത്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടു ദ സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് സൂര്യൻ നേരെ എവിടേക്ക് പോകുന്നു മക്കളെ? സദേൺ ഹെമിസ്ഫിയറിലേക്ക് അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ ആയനം. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അതിശക്തമായ ശൈത്യം എന്ന് വെച്ചാൽ തണുപ്പ് ആവുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ഭയങ്കരമായ തണുപ്പാണ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ദെൻ നാച്ചുറൽ വെജിറ്റേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മക്കളൊന്ന് വായിച്ചിട്ട് പോയാൽ മതി. ഇത് നമ്മൾ 3 തരംതിരിക്കുന്നുണ്ട്. ട്രോപ്പിക്കൽ ഡിഷ്യസ് ഫോറസ്റ്റ്, അതിനെ തന്നെ ട്രോപ്പിക്കൽ ഡ്രൈ ഡിഷ്യസ് ഫോറസ്റ്റും, അതുപോലെ തന്നെ നമ്മൾ മോയിസ്റ്റ് ഡിഷ്യസ് ഫോറസ്റ്റും പറയാറുണ്ട്. ആർദ്ര ഇലപ്പൊഴിവ് വനങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ഈ 2 ഉഷ്ണമേഖല ഇലപ്പൊഴിവ് വനങ്ങളെ പറയാറുണ്ട്. അതുപോലെ തന്നെ അടുത്താണ് ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ്, ഉഷ്ണമേഖല മുൾക്കാടുകളുണ്ട്. അതുപോലെ തന്നെ സ്വാം ഫോറസ്റ്റ്, ചതുപ്പ് നില വനങ്ങളുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, 3 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ പഠിച്ചേക്കാം. ഇത് പരീക്ഷയ്ക്ക് ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിന്റെ എസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. മണ്ണിനങ്ങൾ, അവിടെ കാണുന്ന മണ്ണുകളാണ്. ഒന്ന് എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അത് അഗ്രികൾച്ചറിന് കൃഷിക്ക് ഏറെ പറ്റിയ മണ്ണാണ് അത് പറയുന്നത്. രണ്ടാമത്തെ റെഡ് സോയിൽ, ചെമ്മണ്ണ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അയൺ കണ്ടന്റ് അഥവാ ഇരുമ്പിന്റെ അംശം ധാരാളം ഉണ്ടായത് കൊണ്ടാണ് അതിന് അയൺ കണ്ടന്റ് ഉണ്ടായത് കൊണ്ടാണ് അതിന് ചുവപ്പ് നിറം ഉണ്ടാവുന്നത്. അടുത്ത ലവണ മണ്ണ് സലൈൻ സോയിൽ എന്ന് പറയും. അതിലെന്തുണ്ടായിരിക്കും, സാൾട്ട് ഉണ്ടായിരിക്കും, ഉപ്പ് ഉണ്ടായത് കൊണ്ടാണ് അതിനെ സലൈൻ സോയിൽ, ലവണ മണ്ണെന്ന് പോലും നമ്മൾ വിളിക്കുന്നത്. അടുത്താണ് പീറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ അതിൽ കാർബൺ റിച്ച്, ധാരാളം കാർബൺ ഉള്ളതായിരിക്കും. ഏറ്റവും അവസാനത്താണ് അറൈഡ് സോയിൽ എന്ന് പറയുന്ന വരണ്ട മണ്ണെന്ന് പറയുന്നത്. വരണ്ട മണ്ണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മരുഭൂമിയിൽ ഉണ്ടാകുന്ന സാൻഡി മണൽ പോലത്തെ മണ്ണാണ്. അതിൽ സലൈഡ് ഉപ്പുരസവുമുള്ള മണ്ണിനെയാണ് വിളിക്കാം അറൈഡ് സോയിൽ അഥവാ വരണ്ട മണ്ണെന്ന് വിളിക്കാറുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ക്രോപ്പിംഗ് സീസൺ ഇൻ ദ നോർത്ത് ഇന്ത്യൻ മൗണ്ടൻ. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺ കാർഷിക കാലങ്ങൾ 3 തരംതിരിക്കാറുള്ളത്. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്താണ് റൈസ്, കോട്ടൺ തുടങ്ങിയിട്ട് കാര്യം, നെല്ല്, കോട്ടനൊക്കെ എന്ത് ചെയ്യാൻ പരുത്തിയൊക്കെ കൃഷി ചെയ്യാറുള്ളത്. റാബിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വീറ്റ്, ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ, ഗ്രാം, മസ്റ്റാർഡ് പോലെയുള്ള സാധനങ്ങളാണ്. സെയ്ദിലാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുക ഇപ്പോൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫോഡർ ഐറ്റംസുകളൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, പ്രധാനമായിട്ടും കൃഷി ചെയ്യാറുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്റർ ഒരിക്കലും മിക്സാക്കാൻ പാടില്ലാത്തതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. ഇതിനെ ഒരിക്കലും മിസ്സാക്കരുത്. ബാക്കി പഠിക്കേണ്ട എന്നല്ല, ബാക്കി നന്നായിട്ട് പഠിക്കാം. ഇതെല്ലാം തന്നെ പഠിക്കാനുള്ള കോഡുകളുമായിട്ട് ഇന്നത്തെ നമ്മുടെ മാരത്തോൺ വരുന്നുണ്ട്. സോ മാരത്തോൺ ഒരാൾ പോലും മിസ്സാക്കരുത്. എല്ലാവരും മാരത്തോൺ ഉണ്ടാവണേ.